ഈ PM ശ്രീ പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ആശങ്കയൊക്കെ നമ്മൾ ഈ കേരളത്തിലും എല്ലായിടത്തും ആശങ്കയും അതിനെക്കുറിച്ച് ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ BJPയോട് ചേർന്ന് നിന്ന് നടപ്പിലാക്കിയ ആളാണ് ഇമ്മാതിരി ഡയലോഗായിട്ട് വരുന്നത്. BJPയുമായിട്ട് ആരാ കൂട്ടുകൂടുന്നത്? ഇവിടെ PM ശ്രീ പദ്ധതി സ്വന്തം മുന്നണിയിൽ പോലും ആലോചിക്കാതെ BJPയുടെ അജണ്ട ഈ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ആ ഗൂഢപദ്ധതിയിൽ മുഖ്യമന്ത്രി സ്വകാര്യമായി ഒപ്പിട്ടില്ലേ? ഈ ഇപ്പോൾ ഇവർ പറഞ്ഞത് PM ശ്രീ പദ്ധതിയൊക്കെ അതുകൂടി പറയാലോ. ഈ PM ശ്രീ പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ആശങ്കയൊക്കെ നമ്മൾ ഈ കേരളത്തിലും എല്ലായിടത്തും ആശങ്കയും അതിനെക്കുറിച്ച് ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ BJPയോട് ചേർന്ന് നിന്ന് നടപ്പിലാക്കിയ ആളാണ് ഇമ്മാതിരി ഡയലോഗായിട്ട് വരുന്നത്. എവിടെ ഇവർക്ക് ഭരണമുള്ളിടത്തെല്ലാം നടപ്പിലാക്കാൻ മുന്നിൽ നിന്നവരാണ് ഈ കോൺഗ്രസ്. എന്നിട്ട് നാണമില്ലാതെ ഞങ്ങളെടുത്ത് ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞു, ഇവിടെ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പദ്ധതി വേണ്ട എന്ന് ആലോചിച്ചവർ തന്നെയാണ് ഞങ്ങൾ. അതെന്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ കുറേ കാണാച്ചരടുകൾ ഉണ്ട് എന്നുള്ള സംശയവും ഇത് പഠിക്കണം എന്നൊക്കെ നിലക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിന് പണം വേണം, ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തണം. നിങ്ങളുടെ കാലത്ത് നമ്മുടെ തൊട്ടടുത്ത സ്കൂളുകൾ വരെ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ. നടക്കാവ് സ്കൂളും കാരപ്പറമ്പ് സ്കൂളും മലാപ്പറമ്പ് AUP സ്കൂളും ഒക്കെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു. അതിൻ്റെ മുന്നിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ശോചനീയമായ അവസ്ഥയുണ്ടായിരുന്ന സ്കൂളുകൾക്ക് അതിൻ്റെ മികവിലേക്ക് കൊണ്ടുവരാൻ പണം ആവശ്യമുണ്ട്. ആ പണം കിട്ടാൻ വേണ്ടി ഈ പദ്ധതിയുമായി ചേർന്ന് പോകാം, അല്ലെങ്കിൽ പണം കിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ അങ്ങനെ ഒരു ആലോചന നടത്തി. അത് ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്.